ചങ്ങായീസ്, നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പോലും എളുപ്പത്തിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 250 റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന എള്ളാണ്, കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സറി ജാറിലേക്ക് ഒരു 6 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. പഴം നമ്മൾ അടിച്ചെടുക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഇല്ലാണ്ട് പഴം മാത്രമായിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 കിലോ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് അതിൻ്റെ വെള്ളം അരിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ ഇങ്ങനെ ബാറ്റർ വെക്കുന്ന സമയത്ത് നമ്മൾ റവ ചേർത്തുകൊണ്ട് തന്നെ ബാറ്റർ കുറച്ച് തിക്കായി കിട്ടാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ മധുരം കുറയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമുക്കിത് ഓയിലും അതുപോലെ തന്നെ കുറച്ച് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ബാറ്ററി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ഉണ്ണിയപ്പം തയ്യാറാണ് കേട്ടോ. നമ്മളിതിലേക്ക് നേരത്തെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളവും അല്ലെങ്കിൽ ശർക്കരപ്പാനി ആണെങ്കിൽ ഒരുപാട് ആവാനായിട്ട് പാടില്ല. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. നമുക്കിതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഉണ്ണിയപ്പം കിട്ടിയിരിക്കുന്നത് അല്ലേ. എല്ലാവരും ട്രൈ നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക് യു.